സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ജാക്കിയും ജൂൾസും രണ്ടുപേരും സ്ത്രീകളാണ്. അവർ വിവാഹിതരായ ഒരു ലെസ്ബിയൻ കപ്പിൾസ് അഥവാ സ്വവർഗ ദമ്പതികളാണ്. സിനിമയുടെ തുടക്കത്തിൽ അവരുടെ 5ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയാണ് അവർ അവരുടെ ദൂരെ ഒരു കാടിനോട് ചേർന്നുള്ള തറവാട്ടിലേക്ക് പോകുന്നത്. സാധാരണ ഇത്തരം സർവൈവൽ ത്രില്ലറുകളിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പോരാട്ടമാണ് കാണാറുള്ളതെങ്കിൽ ഈ സിനിമയിൽ 2 സ്ത്രീകൾ തമ്മിലുള്ള അതിജീവനമാണ് മെയിൻ പ്ലോട്ട്. ജൂൾസ്, ജാക്കി എന്നീ ദമ്പതികളുടെ 5ാം വിവാഹ വാർഷികത്തിലൂടെ കഥ തുടങ്ങുന്നു. ഇത് ആഘോഷിക്കാൻ വേണ്ടി ജാക്കിയുടെ കുട്ടിക്കാലത്തെ തറവാട്ടിലേക്ക് ഇവർ വരികയാണ്. വളരെ പ്രണയത്തിലാണവർ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ആ വീട്ടിലെത്തിയ ഉടനെ ജാക്കിയുടെ പെരുമാറ്റത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അസാമാന്യ മനോധൈര്യം ഉള്ള ജാക്കി കാട്ടിൽ വെച്ച് അവിടെയുള്ളൊരു കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഒരു ദയയുമില്ലാതെ അത് ചെയ്യുന്ന ജാക്കിയെ കണ്ട് ജൂൾസ് പോലും ഒന്ന് പകച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ ജാക്കിയുടെ പഴയ സുഹൃത്തായ സാറയെയും ഭർത്താവിനെയും കാണുന്നു. ഇവിടെയാണ് കഥ മാറുന്നത്. ജാക്കിയുടെ പേര് പണ്ട് മെഗാൻ എന്നായിരുന്നുവെന്ന് ജൂൾസ് അറിയുന്നു. മാത്രമല്ല അവളുടെ ഒരു കൂട്ടുകാരി പണ്ട് ഇതേ കാട്ടിൽ വെച്ച് മുങ്ങി മരിച്ചിട്ടുണ്ടെന്നും ജൂൾസിനെ അവർ അറിയിക്കുന്നു. അടുത്ത ദിവസം ജാക്കിയും ജൂൾസും ചേർന്ന് കാട്ടിലെ ഒരു മലമുകളിൽ കാഴ്ച കാണാൻ ഇറങ്ങുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കവേ യാതൊരു പ്രകോപനവുമില്ലാതെ ജാക്കി ജൂൾസിനെ ആ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. താഴെ വീണ ജൂൾസ് മരിച്ചു എന്നുറപ്പിക്കാൻ ജാക്കി താഴേക്ക് നോക്കുന്നുണ്ട്. ഈ സീൻ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. താൻ സ്നേഹിച്ച പെണ്ണ് ഒരു നിമിഷം കൊണ്ട് ഒരു ക്രൂരയായ കൊലയാളിയായി മാറുകയാണ്. ഇവിടെ വെച്ചാണ് ജാക്കി ഒരു സൈക്കോപാത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. താഴെ വീണ ജൂൾസ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ജാക്കി അവളെ വേട്ടയാടാൻ തുടങ്ങുന്നു. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ അർത്ഥവത്താകുന്നത്. ഭയം ഒരാളെ എങ്ങനെ ജീവനോടെ നിലനിർത്തുന്നു എന്നതാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അവൾ കാട്ടിലൂടെ ഇഴയുന്നു. ജൂൾസ് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ജാക്കി പിന്നീട് അവൾക്കായി തിരച്ചിൽ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ജൂൾസിനെ സഹായിക്കാൻ ശ്രമിക്കുന്ന അയൽവാസികളായ സാറയെയും ഭർത്താവിനെയും ജാക്കി അതിക്രൂരമായി കൊല്ലുന്നുണ്ട്. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന യാതൊരു ഭാവവും ജാക്കിയുടെ മുഖത്തില്ല. ജൂൾസിനെ ജാക്കി വീണ്ടും പിടികൂടും. അവളെ കൊല്ലുന്നതിന് മുമ്പ് ജാക്കിക്ക് ചില കാര്യങ്ങൾ ആഘോഷിക്കണമായിരുന്നു. ജാക്കി കാണാതെ അവളുടെ ഇൻസുലിൻ വയലിൽ ജൂൾസ് ബ്ലഡ് ക്ലോട്ട് ഇൻഡ്യൂസിംഗ് മെഡിസിൻ കലർത്തുന്നു. ജൂൾസിനെ കൊന്നു എന്ന് വിശ്വസിച്ച് ആ വിജയം ആഘോഷിക്കാൻ വേണ്ടി ജാക്കി ഇൻസുലിൻ കുത്തിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അവളുടെ ശരീരത്തിലെ ബ്ലഡ് കട്ട പിടിക്കുകയും ജാക്കി തളർന്നു വീഴുകയും ചെയ്യുന്നു. ഒടുവിൽ ജൂൾസ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഈ സിനിമ കേവലം ഒരു ക്രൈം ത്രില്ലറല്ല. ഇത് മനുഷ്യ മനസ്സിൻ്റെ വൈകൃതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജാക്കി ജനിച്ചതേ ഒരു വേട്ടക്കാരിയായാണ്. ഒരു ഇരയെ കിട്ടുമ്പോൾ അതിനെ പീഡിപ്പിച്ചു കൊല്ലുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തുന്നു. 2018 പുറത്തിറങ്ങിയ വാട്ട് കീപ്സ് യു എലൈവ് എന്ന ഈ സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ചിലപ്പോൾ നിങ്ങളുടെ അന്ധകരായേക്കാം എന്ന പേടിപ്പെടുത്തുന്ന സത്യമാണ് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സിനിമാ പ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ത്രില്ലറുകളുടെയും സർവൈവൽ മൂവികളുടെയും കൂടുതൽ എക്സ്പ്ലനേഷനുകൾക്കായി നിയോൺ ഫ്രെയിംസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.